ചോറും കറിയൊക്കെ വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് 2-3 സാധനങ്ങളും കൂടെ, അതും അവശ്യ സാധനങ്ങളും കൂടെ എനിക്ക് പൊട്ടിക്കാനുണ്ട്. ഇന്നലെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരംഗത്തിനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. സ്ക്രൂ ഡ്രൈവർ വരെ. ഇടയ്ക്കിടയ്ക്ക് ഈ കുക്കറിന്റെ പിടിയൊക്കെ ടൈറ്റ് ചെയ്യാൻ നേരത്ത് സ്ക്രൂ ഡ്രൈവറിനായിട്ട് ഞാൻ വേറെ എവിടെയും തപ്പിപ്പോണ്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ സാധനം പൊട്ടിക്കാം. ഞാൻ എപ്പോഴും ഇവിടെ ബാക്കി ചോറ് വെക്കുന്നത് ഊട്ടുപാത്രത്തിൽ തന്നെയാണ്. ചില സമയത്ത് അതിനകത്ത് ഉറുമ്പ് കയറാറുണ്ട്. അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ മിക്ക ദിവസവും ഉണ്ടാക്കുന്നത് കൊണ്ട് അത് വെക്കാനായിട്ട് നമുക്ക് രാവിലത്തെ കാസറോൾ എന്തായാലും വേണം. അതിലേക്ക് ചോറ് തട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു സ്റ്റീൽ കാസറോൾ മേടിച്ചു. ഒരൊറ്റ ഗ്രീൻ കളർ സിലിക്കോൺ സ്പാറ്റുല കൊണ്ടാണ് ഞാൻ ഇത്ര നാളും അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് അതുപോലത്തെ ഒരെണ്ണം കൂടെ വേണമെന്ന് തോന്നി ഞാനൊരു ബ്ലാക്ക് അങ്ങ് മേടിച്ചു. ഒരിത്തിരി കരണ്ടി പരുവാണത്. ഇനി ഇത് പീലറാണ്, പക്ഷേ ഇതിന് 3-4 ടൈപ്പ് ഓഫ് ബ്ലേഡ്സ് ഉണ്ട്. അത് ഞാൻ ക്ലോസപ്പ് ആയിട്ട് പിന്നീട് കാണിച്ചു തരാം. ഇതൊരെണ്ണം ഞാൻ പൊട്ടിക്കുന്നില്ല, അതെനിക്കല്ല, മിനിയാൻറ്റിക്ക് മേടിച്ചതാണ്. ഇനി അടുത്തത്, ഇവിടെ ഉണ്ടായിരുന്ന അപ്പച്ചട്ടി നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ സെന്ററിൽ ഇപ്പോൾ ഒരു പിടുത്തമുണ്ട്. ഇളകി ഇങ്ങോട്ട് വരത്തില്ല. 2-3 കുത്തു കൊടുക്കണം ഒന്ന് ഇളകി വരാനായിട്ട്. അല്ലെങ്കിൽ നടുക്ക് കുറച്ചധികം എണ്ണ ഓരോ പ്രാവശ്യം നമ്മൾ അപ്പത്തിന് മാവ് ഒഴിക്കുമ്പോഴും ഒഴിക്കേണ്ടി വരും. പിന്നെ അത് തീരെ ചെറുതുമാണ്. ഇതിപ്പോൾ ഇത്തിരി വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ക്രൂ ഡ്രൈവറിന്റെ ഉപയോഗം നമുക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിന് റേറ്റ് നന്നേ കുറവാണ്, 200 സംതിങ് എന്തോ ഉള്ളൂ. ബാക്കിയുള്ളതിന്റെ ഞാൻ മറന്നുപോയി. എന്തായാലും അഫിലിയേറ്റ് ആയിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ക്ലോസപ്പ് ഷോട്ട്സും കൂടെ കാണാം. ഇതിന്റെ ലിഡ് വരുന്നത് ഗ്ലാസിൻ്റെതാണ് കേട്ടോ. അങ്ങനെ കറക്കി ടൈറ്റ് ആക്കണ്ട, പക്ഷേ ഇത് ടൈറ്റ് ആണ്. നമുക്കിത് അടയ്ക്കുമ്പോൾ മനസ്സിലാവും. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരു ദിവസം എടുത്തു കഴിച്ച ചോറും നല്ല ചൂടായിട്ടിരുന്നു. വൈകുന്നേരം വരെ ചൂടൊന്നും നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ഉച്ചവരെ നിൽക്കും. നൈറ്റ് ടൈമിലും ചോറ് ഇത്തിരി വാമായിട്ട് തന്നെ ഇരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പീലറിലെ പല ബ്ലേഡ്സ്. ക്യാരറ്റ് ഒക്കെ നമുക്ക് പല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗ്രീൻ കളർ സ്പാറ്റുലയ്ക്ക് റെസ്റ്റ് കൊടുക്കാനായി എത്തിയിരിക്കുന്ന ബ്ലാക്ക് കളർ സ്പാറ്റുല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ടീഷർട്ട് ഡ്രസ്സിന്റെ ലിങ്ക് നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ, അത് ഞാൻ ഇവിടെ മാക്സിമം മറ്റും എടുത്തതാണ്. 800 രൂപയോളം വില വരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മിനിയാൻറ്റിയുടെ കടയിൽ സെന്നറീറ്റയിൽ മിനിയാൻറ്റി തന്നെ തയ്ച്ചെടുക്കുന്ന നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റീസാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി.